നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ഖുറൈശി പ്രമുഖന്മാരായിട്ടുള്ള ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വന്തക്കാരും അടിമകളുമൊക്കെ ആയിട്ടുള്ള ആളുകളെ മർദ്ദിക്കുന്നതും ശക്തി കൂട്ടിയിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ താലിബിൻ്റെ സംരക്ഷണയിലായിരുന്നതുകൊണ്ട് ഖുറൈശികൾക്ക് അദ്ദേഹത്തെ അങ്ങനെ തന്നെ കടന്നാക്രമിക്കാൻ പറ്റുമായിരുന്നില്ല. ഈ മർദ്ദന മുറകൾ എത്രത്തോളം ശക്തമായിരുന്നു എന്നതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യ പുത്രൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് പറയുന്നുണ്ട്, സഈദ് ബിൻ ജുബൈർ അബ്ദുല്ലാഹിബിൻ അബ്ബാസിനോട് ചോദിക്കുന്നത്, കാനൽ മുശ്രികൂന യുബ്ലിഗൂന മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അദാബ് മാ യഅ്ദുറൂന ബിഹി ഫീ തർക്കി ദീനിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരെ അവരുടെ ദീന് ഉപേക്ഷിക്കാൻ കാരണമായി തീരുവോളം, ഒരൊഴികഴിവായിട്ട് സ്വീകരിക്കാൻ പറ്റുവോളം അത്രയ്ക്ക് ശക്തമായി മുശ്രിക്കുകൾ, മക്കയിലെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മർദ്ദിച്ചിരുന്നുവോ, പീഡിപ്പിച്ചിരുന്നുവോ എന്നാണ് സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹു ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്. അതിന് ഇബ്ൻ അബ്ബാസ് നൽകിയിട്ടുള്ള മറുപടി ഇങ്ങനെയാണ്: ഖാല നഅം വല്ലാഹി ഇൻ കാനൂ ലയദ്രിബൂന അഹദഹും വയുജീഊനഹു വയുത്ശൂനഹു ഹത്താ മാ യഖ്ദിറു അലാ യസ്തവിയ ജാലിസൻ മിൻ ശിദ്ദത്തി ലറർ അല്ലദീ ബിഹി ഹത്താ യുഅ്തിയഹും മാ സഅലൂഹു മിനൽ ഫിത്ന ഇഫ്തിദാഅൻ മിൻഹും ബിമാ യബ്ലുഗൂന മിൻ ജുഹദിഹി എന്നാണ്. അതെ, അവർ ഈ മുസ്ലിം സ്വീകരിച്ചിട്ടുള്ള ആളുകളെ അടിക്കും, അവരെ പട്ടിണിക്കിടും, ദാഹിച്ചാൽ വെള്ളം കൊടുക്കാതെ അവരെ വിഷമിപ്പിക്കും. ഈ രീതിയിലൊക്കെ അവരെ മർദ്ദിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ പീഡനങ്ങൾ കാരണമായി പട്ടിണി, അതുപോലെ തന്നെ ദാഹം, അതിനു പുറമുള്ള ശാരീരിക പീഡനങ്ങൾ മറ്റുള്ളതും എഴുന്നേറ്റ് ഇരിക്കാൻ പോലും കഴിയാത്ത വിധം അവർ അവശരായി ആകുമായിരുന്നു എന്നാണ്. അവസാനം ശത്രുക്കൾ ആവശ്യപ്പെടും വിധം ദീനിൽ നിന്ന് തങ്ങൾ ഒഴിവായതായി പ്രഖ്യാപിക്കുന്ന അവസ്ഥ പോലും ചിലരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ ശത്രുക്കൾ ഏത് വിധത്തിലൊക്കെയാണ് മുസ്ലിങ്ങളെ മർദ്ദിച്ചിരുന്നത് എന്നതിൻ്റെ ഒരു വളരെ ചെറിയൊരു ചിത്രമാണ്. നമ്മളുടെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ പലവിധ പീഡനങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പണ്ഡിതന്മാരെ, അതുപോലെ തന്നെ പ്രബോധകരെ ജയിലിലടക്കുക, മനുഷ്യത്വമില്ലാത്ത വിധം അവരെ മർദ്ദിക്കുക, കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ മനുഷ്യനെ കേട്ടാൽ പോലും മറപ്പുളവാവുന്ന വിധം അവരെ പീഡിപ്പിക്കുക, അതുപോലെ തന്നെ നായ്ക്കളെ കൊണ്ട് കടിപ്പിക്കുക, അതുപോലെ തന്നെ ഷോക്കേൽപ്പിക്കുക, ഇങ്ങനെ പല വിധത്തിലുള്ള കെട്ടിത്തൂക്കുക തുടങ്ങിയുള്ള ഒരുപാട് രീതിയിലുള്ള മർദ്ദന മുറകൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. മുസ്ലിം ഭരണാധികാരികൾ എന്നറിയപ്പെടുന്നവർ പോലും തങ്ങളുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളെ ഈ നിലക്ക് ജയിലിലിട്ടും മറ്റുമൊക്കെ പീഡിപ്പിക്കുന്നതായിട്ട്
പൊതുവിൽ അത് അങ്ങാടിയിലെ പാട്ടാണ്. അപ്പം അത്രയ്ക്ക് എല്ലാ കാലത്തും ഇസ്ലാമിൻ്റെ ആളുകളെ മർദ്ദിച്ചൊതുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ. പേരിൽ അവർ മുസ്ലിങ്ങളായിരിക്കാം, എന്നാൽ പോലും അത്തരത്തിലുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് അന്ന് മാത്രമല്ല ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് ഇസ്ലാമിനെ പിശാചവൽക്കരിക്കാൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ. ഇസ്ലാം ഭീകരതയാണെന്നും മുസ്ലിങ്ങളൊക്കെ ഭീകരന്മാരെന്നും പ്രചരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനും സമൂഹത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഭീതി ജനിപ്പിക്കാനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വേണം കാണാൻ. അപ്പോൾ മക്കയിലെ ആളുകൾ മുസ്ലിങ്ങൾക്കെതിരിൽ കൈക്കൊണ്ടിരുന്ന ശിക്ഷാമുറകളുടെ മർദ്ദനമുറകളുടെ ഒരു ചെറിയ രൂപമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മർദ്ദനം സഹിക്കാൻ കഴിയാതെയാണ് ഒരിക്കൽ ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ ചാരത്ത് കിടക്കുകയാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യം, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, അലാ തൻസുറുല്ലാഹ് അലാ തസ്തൻസിറുല്ലാഹ ലന അലാ തദ്ഉല്ലാഹ ലന വ തസ്തൻസിറുല്ലാഹ ലന, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണില്ലേ, ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി അള്ളാഹിനോട് ചോദിക്കണില്ലേ എന്നാണ്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. എഴുന്നേറ്റ് ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ട്, എന്നാൽ ഭാവിയിൽ ഇസ്ലാമിന് വരാനിരിക്കുന്ന വിജയത്തെ സംബന്ധിച്ചുള്ള വാഗ്ദാനം, പ്രവചനം നടത്തിക്കൊണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബാബിനോട് പറയുന്നത്, ലഖദ് കാന മൻ കാന ഖബലക്കും ലയുംശതു ബി അംശാത്തിൽ ഹദീദ്, നിങ്ങളുടെ പൂർവികന്മാർ അവരെ ഇരുമ്പ് വാളുകൊണ്ട് ഈർന്നു മുറിച്ചിരുന്നു. മാദൂന ഇളാമിഹി മിൻ ലഹ്മിൻ ഔ അസബ്, ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് അവരുടെ ശരീരത്തെ, അതിൻ്റെ എല്ലും മാംസവും തമ്മിൽ വേർപെടും വിധത്തിൽ അവരെ ഈ ചീർപ്പ്, ഇരുമ്പിൻ്റെ ചീർപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇവർ മർദ്ദിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെയുള്ള സമീപനങ്ങളൊന്നും അവരുടെ ദീനിൽ നിന്ന് അവരെ തടയാൻ പര്യാപ്തമായില്ല. ശത്രുക്കൾ പരാജയപ്പെടാണ് അതിൽ ചെയ്തിട്ടുള്ളത്. ചില ആളുകളുടെ തലയ്ക്ക് മുകളിൽ മൂർധാവിൽ ഈർച്ചവാൾ വെച്ചിട്ട് ഈർന്നു മുറിച്ച് 2 പിളർപ്പാക്കി മാറ്റിയിരുന്നു. എന്നിട്ടും അവർ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടില്ല, മാറിപ്പോയിട്ടില്ല. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല യുത്തിമ്മന്നല്ലാഹു ഹാദൽ അംർ, അള്ളാഹു ഈ കാര്യം ഇസ്ലാം അത് പൂർത്തീകരിക്കും, അത് വിജയിപ്പിക്കും, അത് തന്നെ ചെയ്യും. ഹത്താ യസീറ റാക്കിബു മിൻ സൻആ ഇലാ ഹദറമൗത്ത്, സൻആയിൽ നിന്ന്, അന്നത്തെ യമനിലെ 2 പ്രദേശങ്ങളാണ് സൻആവും ഹദറമൗത്തും. കൊള്ളക്കാർ സാധാരണയായിട്ട് നിലകൊള്ളുന്ന യാത്രക്കാരെ കൊള്ളയടിക്കുന്ന പ്രദേശമാണ് ഈ സൻആയിനും ഹദറമൗത്തിനും ഇടയ്ക്കുള്ള പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൻആ മുതൽക്ക് ഹദറമൗത്ത് വരെ കൊള്ളക്കാരുടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളുള്ള ഈ പ്രദേശത്തു കൂടി ഒരു യാത്രക്കാരന് നിർഭയം നടന്നു പോകാവുന്നൊരവസ്ഥ വരുവോളം ഇസ്ലാമിന് അള്ളാഹു വിജയിപ്പിക്കും. അയാൾക്ക് ഈ യാത്രയിൽ പേടിക്കേണ്ട 2 സംഗതികളേ ഉള്ളൂ. ഒന്ന് അള്ളാഹു, മറ്റൊന്ന് അയാളുടെ കൂടെയുള്ള ആട്ടിൻപറ്റത്ത് ചെന്നാ പിടിക്കുമോ എന്ന് ഭയക്കേണ്ടതുണ്ട്. അതല്ലാതെ മറ്റ് ഒരു ആക്രമണവും ഭയപ്പെടാതെ വളരെ നിർഭയമായിട്ട് യാത്ര ചെയ്യാവുന്ന അവസ്ഥ വന്നു ചേരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഘട്ടത്തിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവോട് പറയുന്നുണ്ട്, പ്രവചിക്കുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാകിന്നക്കും തസ്തഅജിലൂൻ, നിങ്ങൾ പക്ഷേ ധൃതി കൂട്ടുകയാണ്. ഇസ്ലാം ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിജയം എന്ന് പറയുന്നത് അത് അതിൻ്റെ ആളുകൾ കുറേ ത്യാഗങ്ങൾ അനുഭവിച്ച് കുറേ ആളുകൾ അതിനുവേണ്ടി ബലി അർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോഴാണ്
ആ രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രമേ ഏത് പ്രസ്ഥാനവും വളരുകയുള്ളൂ. ഇസ്ലാമിൻ്റെയും അവസ്ഥ അത് തന്നെയാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ നടക്കുന്ന സംഗതിയല്ല. സംഭവിക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം, അതിനുവേണ്ടി കുറച്ച് ത്യാഗം ചെയ്യേണ്ടി വരും എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മിപ്പിക്കുന്നത്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ മടുത്തത് കൊണ്ടല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പരാതി പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്നത്. ഖുറൈശികളുടെ, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ മർദ്ദനം സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രവചിക്കുന്നത്. ആ പ്രവചനം പിന്നീട് പുലരുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഖുറൈശികളിലെ വളരെ പ്രമുഖനും ധീരനുമായിട്ടുള്ള ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത്. ഹംസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമപ്രായക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പിതൃവ്യനാണ്. ഒപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ മുലകുടി ബന്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹോദരനും കൂടിയാണ്. അതായത് ഒരു സ്ത്രീയുടെ അമ്മിഞ്ഞപ്പാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹംസ റളിയല്ലാഹു അൻഹുവും കുടിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതിനൊക്കെ ഒരു ഭാഗത്ത് അദ്ദേഹം പിതൃവ്യനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനും കൂടിയാണ്. ഹംസ യഥാർത്ഥത്തിൽ മക്കയിൽ നടക്കുന്ന ഇസ്ലാമിക പ്രബോധനപരമായിട്ടുള്ള സംഗതികളിലോ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ശത്രുക്കളുടെ മർദ്ദനമുറകളിലോ ഒന്നും അദ്ദേഹം അത്ര ശ്രദ്ധ കൊടുക്കാറില്ല. അദ്ദേഹം ഒരു നായാട്ട് വീരനാണ്. അദ്ദേഹത്തിൻ്റെ ആകെ ഹോബി എന്ന് പറഞ്ഞാൽ നായാട്ടിന് പോകാനുള്ള. അങ്ങനെ ഒരു ദിവസം അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണക്കറ്റ് അധിക്ഷേപിക്കുന്നുണ്ട്. കേൾക്കാൻ അറക്കുന്ന വിധം ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത വിധത്തിലുള്ള അസഭ്യങ്ങളാണ് അന്ന് അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരക്ഷരവും പോലും ആ അവിവേകിയോട് വിധിയാടാതെ എല്ലാം ക്ഷമിച്ച് സഹിച്ച് കേൾക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ സംഭവം കണ്ടുകൊണ്ടിരുന്ന, അതിന് സാക്ഷിയായിട്ടുള്ള ഒരു സ്ത്രീ ഹംസ റളിയല്ലാഹു അൻഹു നായാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അബ്ദുല്ലാഹി ബിൻ ജദ്ആൻ്റെ അടിമയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ സംഭവങ്ങൾ കേട്ടിട്ടുള്ളത്. ഇസ്ലാമിലേക്ക് അടിമകളായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ അശരണായിട്ടുള്ള ആളുകളൊക്കെ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വേണ്ട വിധം പരിഗണിക്കുന്നുണ്ടെന്നൊക്കെ ഈ സ്ത്രീക്കറിയാം. ഒരുപക്ഷെ അവരുടെ മനസ്സിലും ഇസ്ലാമിനോട് ആഭിമുഖ്യം തോന്നിയിരിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഈ അബൂജഹൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട ഈ സ്ത്രീ ഹംസ റളിയല്ലാഹു അൻഹു തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തോട് ഈ സംഗതിയെ സംബന്ധിച്ച് അവലാതിപ്പെടുകയാണ്. താങ്കളുടെ സഹോദരപുത്രൻ മുഹമ്മദിനെ അബൂജഹൽ എത്രമാത്രം ശക്തമായിട്ടാണ്, എത്രമാത്രം മോശമായ രീതിയിലാണ് അവഹേളിച്ചിട്ടുള്ളത്, ചീത്ത പറഞ്ഞിട്ടുള്ളത്. അത് താങ്കൾ കേട്ടിരുന്നുവെങ്കിൽ താങ്കൾക്കൊരിക്കലും സഹിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് അദ്ദേഹം ഹംസ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നത്.